എല്ലാ കൂട്ടുകാർക്കും സിഗ്സാഗ് അക്കാഡമിയിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കുന്നത് ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട് മത്സര പരീക്ഷകളിൽ സ്ഥിരമായി ചോദിക്കുന്നതും ഇനി ചോദിക്കാൻ സാധ്യത ഉള്ളതുമായ കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തിയിൽ വയൽവാരത്ത് വീട്ടിൽ മാടനാശാന്റെയും കുട്ടിയമ്മയുടെയും മകനായി 1856 ഓഗസ്റ്റ് 20 ശ്രീനാരായണ ഗുരു ജനിച്ചു. ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യ ഗുരു മൂത്തപിള്ളയും ശ്രീനാരായണ ഗുരുവിനെ സംസ്കൃതം പഠിപ്പിച്ച ഗുരു കുമ്മൻപള്ളി രാമൻപിള്ള ആശാനും ശ്രീനാരായണ ഗുരുവിനെ യോഗ പഠിപ്പിച്ച ഗുരു തൈക്കാട് അയ്യയുമായിരുന്നു. എന്നാൽ ശ്രീനാരായണ ഗുരുവിന് ആത്മീയജ്ഞാനം ലഭിച്ച സ്ഥലം മരുത്വാമലായിരുന്നു. ശ്രീനാരായണ ഗുരുവിന്റെ യഥാർത്ഥ പേര് നാരായണൻ എന്നാണ്. കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ശ്രീനാരായണ ഗുരുവിനെ പെരിയസ്വാമി എന്ന് വിശേഷിപ്പിച്ചത് ഡോക്ടർ പി പൽപ്പുവും. എന്നാൽ ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ജി ശങ്കരക്കുറുപ്പുമാണ്. ശ്രീനാരായണ ഗുരു ആദ്യമായി സ്കൂൾ സ്ഥാപിച്ചത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ അത് അഞ്ചുതെങ്കിലായിരുന്നു. 1881 ശ്രീനാരായണ ഗുരു അഞ്ചുതെങ്കിൽ സ്കൂൾ സ്ഥാപിച്ചത്. 1882 ചട്ടമ്പി സ്വാമികളും ശ്രീനാരായണ ഗുരുവും കണ്ടുമുട്ടിയ സ്ഥലം ഏത് എന്ന് ചോദിച്ചാൽ അത് അണിയൂരാണ്. ശ്രീനാരായണ ഗുരുവും ചട്ടമ്പി സ്വാമിയും 1882 തിരുവനന്തപുരത്തെ വാമനപുരം അണിയൂർ ക്ഷേത്രത്തിൽ വെച്ചാണ് ആദ്യമായി കണ്ടുമുട്ടിയത്. അരുവിപ്പുറം വിപ്ലവം എന്നറിയപ്പെടുന്ന ശ്രീനാരായണ ഗുരുവിന്റെ അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടന്ന വർഷം 1888 നെയ്യാർ നദിയുടെ തീരത്താണ് ശ്രീനാരായണ ഗുരു അരുവിപ്പുരം പ്രതിഷ്ഠ നടത്തിയത്. അരുവിപ്പുരം ക്ഷേത്രഭിത്തിയിലാണ് ജാതിഭേദം മതദ്വേഷമേതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്ന് രേഖപ്പെടുത്തിയത്. ഈ വരികൾ ശ്രീനാരായണ ഗുരുവിന്റെ ജാതി നിർണയം എന്ന കൃതിയിലേതാണ്. 1891 ശ്രീനാരായണ ഗുരുവും കുമാരനാശാനും കണ്ടുമുട്ടിയ സ്ഥലം ഏത് എന്ന് ചോദിച്ചാൽ അത് കായ്ക്കരയാണ്. എന്നാൽ 1895 ശ്രീനാരായണ ഗുരുവും ഡോക്ടർ പി പൽപ്പുവും കണ്ടുമുട്ടിയത് ബാംഗ്ലൂർ വെച്ചായിരുന്നു. SNDP അഥവാ ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം രൂപീകരിച്ച വർഷം ഏത് എന്ന് ചോദിച്ചാൽ അത് 1903 മെയ് 15 SNDPയുടെ ആദ്യ അധ്യക്ഷനും ആജീവനാന്ത അധ്യക്ഷനും ശ്രീനാരായണ ഗുരുവായിരുന്നു. SNDPയുടെ ആദ്യ സെക്രട്ടറി പദവി വഹിച്ചത് കുമാരനാശാനായിരുന്നു. എന്നാൽ SNDPയുടെ ആദ്യ ഉപാധ്യക്ഷൻ പദവി വഹിച്ചത് ഡോക്ടർ പി പൽപ്പുവാണ്. SNDP യോഗത്തിന്റെ ആദ്യ വാർഷിക സമ്മേളനം വിളിച്ചു ചേർത്ത സ്ഥലം അരുവിപ്പുറമായിരുന്നു. SNDP രൂപീകരിക്കാൻ ശ്രീനാരായണ ഗുരുവിനെ പ്രേരിപ്പിച്ച നവോത്ഥാന നായകൻ ആര് എന്ന് ചോദിച്ചാൽ അത് ഡോക്ടർ പി പൽപ്പുവാണ്. അരുവിപ്പുറത്ത് വെച്ച് നടന്ന യോഗത്തിലായിരുന്നു SNDP രൂപീകരിക്കാൻ തീരുമാനിച്ചത്. വാവൂട്ട് യോഗമായിരുന്നു SNDPയുടെ മുൻഗാമി എന്നറിയപ്പെടുന്നത്. എന്നാൽ SNDPയുടെ മുഖപത്രം ഏത് എന്ന് ചോദിച്ചാൽ അത് വിവേകോദയമാണ്. ഈഴവ ഗസറ്റ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന SNDPയുടെ മുഖപത്രമാണ് വിവേകോദയം. വിവേകാനന്ദന്റെ സ്മരണാർത്ഥം 1904 പുറത്തിറക്കിയ മാസികയാണ് വിവേകോദയം. വിവേകോദയത്തിന്റെ ആദ്യ എഡിറ്റർ M ഗോവിന്ദനായിരുന്നു. കുമാരനാശാൻ M ഗോവിന്ദൻ എന്നിവർ ചേർന്നാണ് വിവേകോദയം മാസിക സ്ഥാപിച്ചത്. എന്നാൽ SNDPയുടെ നിലവിലെ മുഖപത്രം യോഗനാഥമാണ്. ശ്രീനാരായണ ഗുരു തന്റെ ആത്മീയ പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായി തിരഞ്ഞെടുത്തിരുന്ന സ്ഥലം ഏത് എന്ന് ചോദിച്ചാൽ അത് ശിവഗിരിയായിരുന്നു. 1904 ശ്രീനാരായണ ഗുരുവിന്റെ ആത്മീയ പ്രവർത്തനങ്ങളുടെ കേന്ദ്രം എന്നറിയപ്പെടുന്ന വർക്കലയിലെ ശിവഗിരി മഠം സ്ഥാപിതമായത്. ശ്രീനാരായണ ഗുരുവിന്റെ മലബാറിലെ ആദ്യ ക്ഷേത്ര പ്രതിഷ്ഠയായ തലശ്ശേരി ജഗന്നാഥ പ്രതിഷ്ഠ നടത്തിയത് ഏത് വർഷമാണ് എന്ന് ചോദിച്ചാൽ അത് 1908 അതുപോലെ അഷ്ടഭുജ ആകൃതിയിൽ ശ്രീകോവിലുള്ള ശിവഗിരിയിലെ ശാരദാദേവി പ്രതിഷ്ഠ ഏത് വർഷമായിരുന്നു എന്ന് ചോദിച്ചാൽ അത് 1912 ഓം സാഹോദര്യം സർവത്ര എന്ന തത്വത്തിലധിഷ്ഠിതമായ ആലുവ അദ്വൈതാശ്രമം സ്ഥാപിക്കപ്പെട്ട വർഷം ഏത് എന്ന് ചോദിച്ചാൽ അത് 1913 ആലുവ അദ്വൈതാശ്രമം പെരിയാർ നദിയുടെ തീരത്തായി സ്ഥിതി ചെയ്യുന്നു. 1914 വാഗ്ഭടാനന്ദൻ ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ച സ്ഥലവും ആലുവ അദ്വൈതാശ്രമമാണ്.
1916 ശ്രീനാരായണ ഗുരു തിരുവണ്ണാമലയിൽ വെച്ച് രമണ മഹർഷിയെ സന്ദർശിക്കുന്നത്. ശ്രീനാരായണ ഗുരുവിനെയും രമണ മഹർഷിയെയും ബന്ധിപ്പിച്ച നവോത്ഥാന നായകനാണ് തൈക്കാട് അയ്യ. അതുപോലെ 1917 സഹോദരൻ അയ്യപ്പൻ ആലുവയിലെത്തി ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചു. ശ്രീനാരായണ ഗുരു ആദ്യമായി കാവി ധരിച്ച സന്ദർഭം ഏത് എന്ന് ചോദിച്ചാൽ അത് 1918 ആദ്യ ശ്രീലങ്ക സന്ദർശന വേളയിലായിരുന്നു. ഗുരു സന്ദർശിച്ച ഏക വിദേശ രാജ്യമാണ് ശ്രീലങ്ക. ഗുരു രണ്ടാമതായി ശ്രീലങ്ക സന്ദർശിച്ചത് 1926 രവീന്ദ്രനാഥ് ടാഗോർ ശിവഗിരിയിലെത്തി ഗുരുവിനെ സന്ദർശിച്ചത് ഏത് വർഷമെന്ന് ചോദിച്ചാൽ അത് 1922. അപ്പോൾ ടാഗോറിനോടൊപ്പമുണ്ടായിരുന്ന വ്യക്തിയാണ് CF ആൻഡ്രൂസ്. ടാഗോറും ഗുരുവും തമ്മിലുള്ള കൂടിക്കാഴ്ചയിലെ പരിഭാഷകനായിരുന്നത് മഹാകവി കുമാരനാശാനായിരുന്നു. അതുപോലെ ടാഗോറിനെ കേന്ദ്ര കഥാപാത്രമാക്കി കുമാരനാശാൻ രചിച്ച കൃതിയാണ് ദിവ്യകോകിലം. ഈ ഗാനം ടാഗോറിന്റെ സന്ദർശനവേളയിൽ ആലപിച്ചത് C. കേശവനാണ്. ശ്രീനാരായണ ഗുരുവിനേക്കാൾ ആത്മീയജ്ഞാനം കൈവരിച്ച ഒരാളെയും എന്റെ ഈ ലോകസഞ്ചാരത്തിനിടയിൽ എനിക്ക് ദർശിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ച് അഭിപ്രായപ്പെട്ടത് രവീന്ദ്രനാഥ ടാഗോറായിരുന്നു. 1924 ശ്രീനാരായണ ഗുരു ആലുവയിലെ അദ്വൈതാശ്രമത്തിൽ വെച്ച് വിളിച്ചുകൂട്ടിയ സർവമത സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആര് എന്ന് ചോദിച്ചാൽ അത് ജസ്റ്റിസ് സദാശിവ അയ്യരാണ്. ആലുവ സമ്മേളന സമയത്ത് അവിടത്തെ കവാടത്തിലെഴുതിയ വാചകമാണ് വാദിക്കാനും ജയിക്കാനും വേണ്ടിയല്ല, അറിയാനും അറിയിക്കാനുമാണ് എന്നത്. ഗുരു താലികെട്ട് കല്യാണം ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്തത് പരവൂർ വെച്ചാണെങ്കിലും താലികെട്ട് കല്യാണം ബഹിഷ്കരിക്കാൻ പരസ്യമായി പ്രഖ്യാപനം നടത്തിയത് ആലുവ സമ്മേളനത്തിൽ വെച്ചായിരുന്നു. ഗാന്ധിജി ശിവഗിരിയിലെത്തി ഗുരുവിനെ സന്ദർശിച്ചത് എന്നാണ് എന്ന് ചോദിച്ചാൽ അത് 1925 മാർച്ച് 12 TK മാധവന്റെ നേതൃത്വത്തിലുണ്ടായ സമരമാണ് വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യന്മാരാണ് സത്യവ്രതസ്വാമി, കൊട്ടുകോയിക്കൽ വേലായുധൻ എന്നിവർ. 1925 മാർച്ച് 8 ഗാന്ധിജി വൈക്കം സത്യാഗ്രഹം സന്ദർശിക്കുകയും 1925 മാർച്ച് 12 ഗാന്ധിജി ശ്രീനാരായണ ഗുരുവിനെ ശിവഗിരിയിൽ പോയി സന്ദർശിക്കുകയും ചെയ്തു. ഈ സമയത്തെ ഗാന്ധിജിയും ഗുരുവും തമ്മിലുള്ള സംഭാഷണം പരിഭാഷ ചെയ്തത് N. കുമാരനായിരുന്നു. ശ്രീനാരായണ ഗുരുവിന്റെ അവസാന ക്ഷേത്രപ്രതിഷ്ഠയും അതുപോലെ ആദ്യ കണ്ണാടി പ്രതിഷ്ഠയുമായ കളവൻകോട് കണ്ണാടി പ്രതിഷ്ഠ ഏതു വർഷമായിരുന്നു എന്ന് ചോദിച്ചാൽ അത് 1927 ആലപ്പുഴ ജില്ലയിലാണ് കളവൻകോട് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കളവൻകോട് ക്ഷേത്രത്തിലാണ് ഓം എന്നെഴുതിയ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത്. ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യ സുബ്രഹ്മണ്യ പ്രതിഷ്ഠ വക്കം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലാണ്. എന്നാൽ ശ്രീനാരായണ ഗുരു ദീപപ്രതിഷ്ഠ നടത്തിയത് തൃശൂർ ജില്ലയിലെ കാരമുക്ക് ചിദംബര ക്ഷേത്രത്തിലാണ്. സത്യം, ധർമ്മം, ദയ, സ്നേഹം എന്നീ വാക്കുകൾ കൊത്തിയ ഫലകം ഏത് ക്ഷേത്രത്തിലാണ് ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠിച്ചത് എന്ന് ചോദിച്ചാൽ അത് മുരിക്കുംപുഴ ക്ഷേത്രത്തിലാണ്. ഗുരു ഓം എന്നെഴുതിയ പഞ്ചലോഹ ഫലക പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രമാണ് തിരുവനന്തപുരം ജില്ലയിലെ മുരിക്കുംപുഴ ക്ഷേത്രം. ശ്രീനാരായണ ഗുരുവിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത് ആര് എന്ന് ചോദിച്ചാൽ അത് ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ്. എന്നാൽ ഗുരു തന്റെ പിൻഗാമിയായി പ്രഖ്യാപിച്ചത് ബോധാനന്ദ സ്വാമികളെയാണ്. അതുപോലെ ഗുരുവിന്റെ ആദ്യ ശിഷ്യൻ ശിവലിംഗദാസ സ്വാമികളും അവസാനത്തെ ശിഷ്യൻ ആനന്ദതീർത്ഥനുമാണ്. എന്നാൽ ശ്രീനാരായണ ഗുരുവിന്റെ യൂറോപ്പുകാരനായ ആദ്യ ശിഷ്യനാണ് ഏണസ്റ്റ് കിർക്ക്. ശ്രീലങ്ക സന്ദർശന വേളയിൽ ഗുരുവിനൊപ്പമുണ്ടായിരുന്ന ശിഷ്യൻ സത്യവ്രത സ്വാമികളാണ്. എന്നാൽ ഗുരുവിന്റെ വാത്സല്യ ശിഷ്യനാണ് കുമാരനാശാൻ. ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യ കൃതി ഏത് എന്ന് ചോദിച്ചാൽ അത് ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ടാണ്. ഗജേന്ദ്രമോക്ഷം ചുവർചിത്രമുള്ളത് കായംകുളം കൃഷ്ണപുരം കൊട്ടാരത്തിലാണ്. ചട്ടമ്പി സ്വാമികൾക്ക് ഗുരു സമർപ്പിച്ച കൃതിയാണ് ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്. ചട്ടമ്പി സ്വാമികളോടുള്ള ആദരസൂചകമായി ശ്രീനാരായണ ഗുരു രചിച്ച കൃതിയാണ് നവമഞ്ജരി. അതുപോലെ അരുവിപ്പുറം ശിവപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട ഗുരുവിന്റെ കൃതിയാണ് ശിവശതകം. ഇംഗ്ലീഷ് ഉൾപ്പെടെ 100-ലധികം ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട ഗുരുവിന്റെ കൃതിയാണ് ദൈവദശകം. ദൈവദശകം രചിക്കപ്പെട്ട വർഷം ഏത് എന്ന് ചോദിച്ചാൽ അത് 1914 ശ്രീനാരായണ ഗുരുവിന്റെ തമിഴിൽ രചിക്കപ്പെട്ട കൃതി ഏത് എന്ന് ചോദിച്ചാൽ അത് തേവാര പതികങ്ങളാണ്.
അതുപോലെ ശ്രീനാരായണ ഗുരുവിന്റെ സംസ്കൃതത്തിൽ രചിക്കപ്പെട്ട കൃതിയാണ് ദർശനമാല. വയലാർ അവാർഡ് ലഭിച്ച ഗുരു എന്ന നോവൽ രചിച്ചത് ആര് എന്ന് ചോദിച്ചാൽ അത് കെ സുരേന്ദ്രനാണ്. ഗുരുവിനെക്കുറിച്ച് നാരായണം എന്ന നോവൽ രചിച്ചത് പെരുമ്പടവം ശ്രീധരനാണ്. അതുപോലെ ഗുരുവിന്റെ ദുഃഖം എന്ന കൃതി രചിച്ചത് സുകുമാർ അഴീക്കോടും. നാരായണ ഗുരുസ്വാമി എന്ന കൃതി രചിച്ചത് പ്രൊഫസർ എം.കെ. സാനുവുമാണ്. ശ്രീനാരായണ ഗുരു നവോത്ഥാനത്തിന്റെ പ്രവാചകൻ എന്ന കൃതി എഴുതിയത് ആര് എന്ന് ചോദിച്ചാൽ അത് പി. പരമേശ്വരനാണ്. അതുപോലെ ഇംഗ്ലീഷ് ഉൾപ്പെടെ 23 ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ട ഗുരുവിനെ കേന്ദ്രകഥാപാത്രമാക്കിയ ബ്രഹ്മർഷി ശ്രീനാരായണ ഗുരു എന്ന കൃതിയുടെ രചയിതാവ് ആര് എന്ന് ചോദിച്ചാൽ അത് ഭാസ്കരനാണ്. ശ്രീനാരായണ ഗുരു വിവർത്തനം ചെയ്ത ഉപനിഷത്ത് ഏത് എന്ന് ചോദിച്ചാൽ അത് ഈശോവാസ്യ ഉപനിഷത്താണ്. ശ്രീനാരായണ ഗുരു തർജ്ജമ ചെയ്ത തമിഴ് കൃതികളാണ് തിരുക്കുറൽ, ഒഴിവിൽ ഒടുക്കം എന്നിവ. ശ്രീനാരായണ ഗുരു എന്ന സിനിമ സംവിധാനം ചെയ്തത് ആര് എന്ന് ചോദിച്ചാൽ അത് പി.എ. ബക്കറാണ്. അതുപോലെ ശ്രീനാരായണ ഗുരുവിനെ കേന്ദ്ര കഥാപാത്രമാക്കി യുഗപുരുഷൻ എന്ന സിനിമ സംവിധാനം ചെയ്തത് ആർ. സുകുമാരനാണ്. യുഗപുരുഷൻ എന്ന സിനിമയിൽ ശ്രീനാരായണ ഗുരുവായി അഭിനയിച്ചത് തലൈവാസൽ വിജയാണ്. ശ്രീനാരായണ ഗുരുവിനെ കേന്ദ്ര കഥാപാത്രമാക്കി ഗുരു എന്ന സിനിമ സംവിധാനം ചെയ്തത് ആര് എന്ന് ചോദിച്ചാൽ അത് രാജീവ് അഞ്ചലാണ്. ഇനി നമുക്ക് ശ്രീനാരായണ ഗുരുവിന്റെ കൃതികളെല്ലാം ഒന്ന് നോക്കാം. ഗജേന്ദ്രമോക്ഷം, വഞ്ചിപ്പാട്ട്, ആത്മോപദേശ ശതകം, ദൈവദശകം, ദർശനമാല, ജാതിമീമാംസ, ജാതിനിർണയം, ജാതിലക്ഷണം, ജീവകാരുണ്യ പഞ്ചകം, ജനനി നവരത്നമഞ്ജരി, കുണ്ടലിനിപ്പാട്ട്, അനുകമ്പാദശകം, അറിവ്, ആത്മവിലാസം, അദ്വൈതദീപിക, ബ്രഹ്മവിദ്യാപഞ്ചകം, മുനിചര്യ പഞ്ചകം. രമണ മഹർഷിയെ കേന്ദ്ര കഥാപാത്രമാക്കിയ കൃതിയാണ് മുനിചര്യ പഞ്ചകം. നിർവൃതി പഞ്ചകം, ചിഞ്ചട ചിന്തനം, വേദാന്തസൂത്രം, വിനായകാഷ്ടകം, ഗൃഹാഷ്ടകം, അർദ്ധനാരീശ്വര സ്തോത്രം, കാളിനാടകം, ദൈവചിന്തനം എന്നിവ. ശ്രീനാരായണ ഗുരുവിന്റെ പ്രധാനപ്പെട്ട ചില ഉദ്ധരണികളൊന്ന് നോക്കാം. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്. അവനവന് ആത്മസുഖത്തിനാചരിക്കുന്നവ അപരന് സുഖത്തിനായി വരേണം. മദ്യം വിഷമാണ്, അതുണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത്. സംഘടിച്ച് ശക്തരാകുവിൻ, മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി. ഇനി ക്ഷേത്രനിർമ്മാണമല്ല, വിദ്യാലയ നിർമ്മാണമാണ് ജനങ്ങൾക്ക് വേണ്ടത്. പ്രധാന ദേവാലയം വിദ്യാലയം തന്നെയാവണം. മനുഷ്യരുടെ വേഷം, ഭാഷ, മതം എന്നിവ വ്യത്യസ്തമായാലും അവരുടെ ജാതി ഒന്നായതുകൊണ്ട് അന്യോന്യം വിവാഹവും പന്തിഭോജനവും ചെയ്യുന്നതിന് യാതൊരു ദോഷവുമില്ല. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ആര് എന്ന് ചോദിച്ചാൽ അത് ശ്രീനാരായണ ഗുരുവാണ്. ശ്രീനാരായണ ഗുരുവിന്റെ ചിത്രമുള്ള തപാൽ സ്റ്റാമ്പ് ഭാരത സർക്കാർ 1967 ആഗസ്റ്റ് 21 പുറത്തിറക്കിയത്. ഇന്ത്യയെ കൂടാതെ ശ്രീനാരായണ ഗുരുവിന്റെ സ്റ്റാമ്പ് പുറത്തിറക്കിയ ഏഷ്യൻ രാജ്യമാണ് ശ്രീലങ്ക. ശ്രീലങ്ക 2009 ശ്രീനാരായണ ഗുരുവിന്റെ ചിത്രമുള്ള തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയത്. എന്നാൽ ശ്രീനാരായണ ഗുരുവിന്റെ ചിത്രമുള്ള നാണയങ്ങൾ 2006 ഭാരത സർക്കാർ പുറത്തിറക്കിയത്. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പ്രതിമ സ്ഥാപിക്കപ്പെട്ട ആദ്യ മലയാളിയാണ് ശ്രീനാരായണ ഗുരു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിമ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത് ശ്രീനാരായണ ഗുരുവിൻ്റേതാണ്. ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യ പ്രതിമ അനാച്ഛാദനം ചെയ്യപ്പെട്ട സ്ഥലമാണ് തലശ്ശേരി. തലശ്ശേരിയിൽ ശ്രീനാരായണ ഗുരുവിന്റെ പ്രതിമ സ്ഥാപിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച നവോത്ഥാന നായകനാണ് മൂർക്കോത്ത് കുമാരൻ. ഏത് മലയാളിയെക്കുറിച്ചാണ് ഏറ്റവും കൂടുതൽ ജീവചരിത്ര ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ അത് ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ചാണ്. പുലയ ജാതിക്കാർക്കായി മിശ്രഭോജനം സംഘടിപ്പിച്ച നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവിന്റെ ജീവചരിത്രം ആദ്യമായി തയ്യാറാക്കിയ നവോത്ഥാന നായകനാണ് മൂർക്കോത്ത് കുമാരൻ. കോടതിയിൽ നേരിട്ട് ഹാജരാകുന്നതിൽ നിന്ന് രാജാക്കന്മാർ ഒഴിവാക്കിയിരുന്ന തിരുവിതാംകൂറിലെ ഏക വ്യക്തിയാണ് ശ്രീനാരായണ ഗുരു.
1911 ശ്രീനാരായണ ഗുരുവിനെ തിരുവിതാംകൂറിന്റെ ദേശീയ സന്യാസിയായി പ്രഖ്യാപിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരെന്ന് ചോദിച്ചാൽ അത് ശ്രീമൂലം തിരുനാളാണ്. ശിവഗിരി തീർത്ഥാടനം ആദ്യമായി സംഘടിപ്പിക്കുവാൻ നേതൃത്വം നൽകിയ മലയാള കവിയാണ് മൂലൂർ എസ് പത്മനാഭ പണിക്കർ. ശ്രീനാരായണ ഗുരു അവസാനമായി പങ്കെടുത്ത പൊതുപരിപാടി ഏത് എന്ന് ചോദിച്ചാൽ അത് 1927 SNDP വിളിച്ചുകൂട്ടിയ പള്ളിത്തുരുത്തി സമ്മേളനമാണ്. ശ്രീനാരായണ ഗുരു മഹാസമാധിയായത് എന്നാണ് എന്ന് ചോദിച്ചാൽ അത് 1928 സെപ്റ്റംബർ 20-നാണ്. ശ്രീനാരായണ ഗുരു സമാധിയാകുമ്പോൾ ധരിച്ചിരുന്ന വസ്ത്രത്തിന്റെ നിറം ഏത് എന്ന് ചോദിച്ചാൽ അത് വെള്ളയാണ്. 1928 സെപ്റ്റംബർ 20-ന് ശ്രീനാരായണ ഗുരു സമാധിയാകുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി പൂരാടം തിരുനാൾ റാണി സേതുലക്ഷ്മി ഭായ് ആയിരുന്നു. ശ്രീനാരായണ ഗുരുവിന്റെ സമാധിസ്ഥലം ഏത് എന്ന് ചോദിച്ചാൽ അത് വർക്കലയിലെ ശിവഗിരിയാണ്. ഇതുവരെ നമ്മൾ നോക്കിയത് ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട് കേരള PSC സ്ഥിരമായി ചോദിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്യുക. നന്ദി.